ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ചോറ്റാനിക്കരമ്മേനെ ഒന്ന് കാണാൻ പോയതാണ്. അതും പെട്ടെന്ന് വീണ് കിട്ടിയൊരു അവസരം എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് അമ്മ അനിയത്തിയൊക്കെ പറഞ്ഞത് അവർ ചോറ്റാനിക്കര പോകാൻ നിൽക്കുകയാണെന്ന്. അപ്പോൾ വേഗം ചാടി കയറി അവരുടെ കൂടെ അങ്ങ് പോയി. വീട്ടിലേക്ക് പോക്കൊരു സർപ്രൈസ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ടാസ്ക്കായി തോന്നി. പക്ഷേ അലമാര തപ്പിയപ്പോൾ പണ്ടത്തെ ഒരു ഡ്രസ്സ് കിട്ടി. പിന്നെ പണ്ടായാലും ഇപ്പോഴായാലും ഒരേ ശരീരപ്രകൃതി ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. 6 മണി എന്ന് പറഞ്ഞെങ്കിലും 6:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബസ്സിലാണ് പോയത്. പൊയ്യേന്ന് കീത്തോളി, അവിടെ നിന്ന് വൈറ്റിൽ ഹബ്ബ്, അവിടെ നിന്ന് നേരെ ചോറ്റാനിക്കര. വൈറ്റിലേക്കുള്ള ബസ്സിൽ നല്ല തിരക്കായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വിധത്തിൽ സീറ്റൊക്കെ കിട്ടി, കുഞ്ഞു കയ്യിലുള്ളതുകൊണ്ട്. ബാക്കിയുള്ളവർ നിന്നിട്ട് തന്നെ കേട്ടോ യാത്ര ചെയ്തേ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അങ്ങനെ വൈറ്റിലെത്തിയതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ചോറ്റാനിക്കരയ്ക്കുള്ള ബസ് കയറിയത്. അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ തവണ പോയപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറ്റി. പക്ഷേ ബസ് സ്റ്റോപ്പ് കുറച്ച് നീങ്ങിയിട്ടായതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് നടക്കേണ്ടി വന്നു. അമ്പലത്തേക്ക് കടന്നപ്പോൾ തന്നെ പ്രതീക്ഷിച്ച അത്ര തിരക്കില്ലെങ്കിലും ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സ്വാമിമാരുണ്ടായിരുന്നു, പിന്നെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു, പിന്നെ വെക്കേഷൻ സമയം കൂടിയാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കീഴ്ക്കാവിലാണ് പോയി തൊഴുതത്. അവിടെ തൊഴുതപ്പോൾ നല്ല പോലെ തൊഴാൻ പറ്റി. ഞങ്ങൾ ചെന്ന സമയം ആളുകളൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തൊഴുത് മാറിയപ്പോഴാണ് പിന്നെ ആൾക്കൂട്ടമൊക്കെ വന്നത്. അപ്പം മനസ്സിലുണ്ടായിരുന്നു ക്യൂ നിൽക്കുമ്പോൾ എത്ര നേരം നിൽക്കേണ്ടി വരും, കുഞ്ഞിനെ കൊണ്ട് കുറേ നിൽക്കേണ്ടി വരുമോ, അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരുന്നു മനസ്സിൽ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ രേണു പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ക്യൂ ഒക്കെ വേഗം പോകും, തൊഴാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ക്യൂവിൽ പോയി നിന്നു. ക്യൂവിൽ നിന്നപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചി പറഞ്ഞു, കുട്ടികളെ കൊണ്ട് നമുക്ക് വേറെ ക്യൂ വഴി കയറാം, അതിന് സ്പെഷ്യൽ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കുഞ്ഞിനെ എടുത്തിട്ട് ആ ക്യൂവിലേക്ക് പോയി. അവിടെ ഇതുപോലെ കുട്ടികളെ കൊണ്ട് 2-3 അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ കുട്ടികളല്ലാതെയും വരുന്നുണ്ട് ആൾക്കാർ. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ അങ്ങനെയാണെങ്കിൽ അവരെയും അമ്മേനെ എല്ലാവരെയും വിളിക്കായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരും വേഗം വന്ന് കയറി. അവരോടും ആരോ പറഞ്ഞു വിട്ടു, സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ളത് സ്പെഷ്യൽ ക്യൂ ആണ്, ആ വഴി കയറാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. കീഴ്ക്കാവിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്തു. വേഗം തന്നെ ബസ്സൊക്കെ കിട്ടിയിട്ടോ വൈറ്റിലേക്ക്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴാണ് കുഞ്ഞിന് രേണുവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരം ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ദർശനം നേടാനും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോയി തിരിച്ചു വരാനും സാധിച്ചു. ബസ്സിൽ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ അതും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ബുദ്ധിമുട്ടും ആയിരുന്നില്ല. അതുകൂടാതെ ഇത്ര നേരം അല്ലെങ്കിൽ ഇത്ര ദൂരം ബസ് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആർക്കും. തിരിച്ചു പോരുന്ന യാത്രയിൽ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു 1:30 കൂടിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഞങ്ങൾക്ക് തിരിച്ചെത്താനും സാധിച്ചു. ശരിക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും ദൈവയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.